ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശരത്തിന് ആ കോളേജിൽ ഇനി എക്സാം എഴുതാൻ കഴിയില്ല, അറ്റൻഡൻസ് കുറവായതുകൊണ്ട് തന്നെ ഹെഡ് മാസ്റ്റർ അവന് അതിന് സമ്മതിക്കുന്നില്ല എന്ന് അറിയുന്നതോടുകൂടി നമ്മുടെ രേവതിയും സച്ചിയും ആകെ ടെൻഷനായി പോകുന്നുണ്ട്. സച്ചി എന്തായാലും ശരത്തിന് ധൈര്യമൊക്കെ കൊടുത്തു പോവുകയാണ്. എന്തായാലും പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നങ്ങളില്ല, നീ സമാധാനമായിട്ട് ഇരിക്കും, നിന്റെ ലൈഫൊന്നും പോവില്ല എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ അന്നത്തെ രാത്രി സച്ചി ആണെങ്കിൽ ഒരു കുപ്പി മദ്യവുമായിട്ട് വരികയാണ്. അത് കാണുന്ന രേവതി ആകെ ദേഷ്യപ്പെടുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, അത് ശരി, ഇപ്പൊ വീട്ടിലുമായോ മദ്യക്കുപ്പി കൊണ്ടുവന്ന് കുടിക്കൽ, ഞാനിപ്പം അച്ഛനോട് പറയും എന്നൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പം അച്ഛ എന്ന് വിളിക്കുന്ന സമയം തന്നെ രേവതിയോട് സച്ചി പറയാണ്, ഇത് എനിക്ക് കുടിക്കാനല്ല, ഇത് നമുക്കൊരു നാടകം കളിക്കാനാണെന്ന് പറയുന്നുണ്ട്. അപ്പം എന്ത് നാടകം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അയാളുടെ, അതായത് ഈ പ്രിൻസിപ്പലിൻ്റെ വീട് എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അയാളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിൽ വെച്ചിട്ട് സച്ചി മദ്യപിക്കുന്നത് പോലെ അഭിനയിച്ചിട്ട്, അത് മദ്യമൊന്നല്ല അത് ശരിക്കും, അപ്പം അത് കുടിക്കുന്നത് പോലെ കുടിച്ചിട്ട് എന്നിട്ട് അവിടെ നിന്ന് കള്ളുടിയൻ്റെ പോലെ അഭിനയിച്ച് നമ്മുടെ രേവതിയെ തല്ലുന്നതും വഴക്ക് പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം അതൊക്കെ കാണുമ്പോൾ രേവതിക്ക് തോന്നുന്നുണ്ട് ശരിയാവായിരിക്കും. അങ്ങനെ ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ശരത്തിന് പരീക്ഷ എഴുതാൻ ഒരു അവസരം നൽകണമെന്ന് ഈ പ്രിൻസിപ്പൾ ആഗ്രഹിക്കും എന്നിങ്ങനെ തീരുമാനിക്കുകയാണ്, ആ കുടുംബം രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവരുടെ പദ്ധതികൾ. അതുപോലെ തന്നെ പിറ്റേ ദിവസം അവർ പറഞ്ഞ പോലെ തന്നെ റോട്ടിലേക്ക് വരികയാണ്. അങ്ങനെ റോഡിൽ വന്നിട്ട് നമ്മുടെ രേവതിയോട് വളരെ കള്ളു കുടിച്ച് തീരെ ലെക്ക് കെട്ട അവസ്ഥയിൽ രേവതിയോട് മോശമായി പെരുമാറുന്നുണ്ട്. രേവതിയോട് പണം ആവശ്യപ്പെടുകയാണ്, മദ്യപിക്കാൻ വേണ്ടി പണം താടി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായി തന്നെ സംസാരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ആ പ്രിൻസിപ്പൾ ഗേറ്റിൻ്റെ പുറത്തേക്ക് വരികയാണ്. റോഡിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കാണുമ്പോൾ അപ്പോൾ ആൾക്കാരൊക്കെ ചുറ്റിലും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്ന അവിടെ നമ്മുടെ ശരത്ത് വരികയാണ്. അപ്പോൾ സച്ചിൻ രേവതിയും മാത്രമാണ് സത്യത്തിൽ ഈ നാടകം അറിഞ്ഞിട്ടുള്ളത്, ശരത്തിന് അറിയില്ല. അപ്പോൾ ശരത്ത് ഇവിടേക്ക് വരുമ്പോൾ സച്ചി ഇങ്ങനെ പെങ്ങളെ ഉപദ്രവിക്കുന്ന, ചേച്ചി ഉപദ്രവിക്കുന്ന കാഴ്ച കാണുമ്പോൾ അവന് ദേഷ്യം വരികയാണ്. അവൻ പറയുന്നുണ്ട്, എന്താണ് ഇത്രയും കുറച്ച് നാൾ നല്ല രീതിയിൽ നടന്നതാണല്ലോ, ഇപ്പം വീണ്ടും തുടങ്ങിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സച്ചിയെ ഒരുപാട് വഴക്ക് പറയുകയാണ്. എന്നിട്ട് അപ്പോൾ നീ ശരത്തല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പ്രിൻസിപ്പൾ. അപ്പോൾ അതെന്ന് പറയുകയാണ്, ഇതാരാ നിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ ചേച്ചിയാണ്. അപ്പോൾ അത് മറ്റേത് അതെൻ്റെ അളിയൻ ചേട്ടനാണ്, ചേച്ചിയുടെ ഭർത്താവ്. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നിൻ്റെ ചേച്ചിയെ കല്യാണം കഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് നാളായിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ തുടങ്ങിയതാണ് ഈ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശരത്ത് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ എനിക്ക് എക്സാം എഴുതിയേ തീരൂ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ പാർട്ട് ടൈം ജോലിക്ക് പോയിരുന്നത് കൊണ്ടാണ് എനിക്ക് അറ്റൻഡൻസ് കുറവായത് സാറേ എന്നിങ്ങനെ അതിൻ്റെ ഇടയിൽ അവനിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവൻ പറയുന്നുണ്ട്, നമ്മുടെ പ്രിൻസിപ്പൾ പറയുകയാണ്, ഒരു കാര്യം ചെയ്യ്, ഇനി ഒന്നും ആലോചിക്കേണ്ട, നീ നാളെ രാവിലെ തന്നെ കോളേജിലേക്ക് വാ, നീ നാളെ നിനക്ക് എക്സാം എഴുതാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാം, നീ എക്സാം എഴുതിക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന ശരത്തിന് സന്തോഷമാവാണ്. അതുപോലെ തന്നെ രേവതിയും സച്ചിയും അത് കേൾക്കുകയാണ്. രേവതിയും സച്ചിയും കണ്ണോട് കണ്ണിങ്ങനെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ അഭിനയം അവർ തകർക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ പ്രിൻസിപ്പൾ പെട്ടെന്ന് തന്നെ പോലീസിൽ അറിയിക്കുകയും പോലീസുകാർ ജീപ്പുമായി വന്നിട്ട് സച്ചിയെ അതിൽ കയറ്റിക്കൊണ്ടു പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ രേവതി പിന്നാലെ പോയിട്ട് അയ്യോ അദ്ദേഹത്തെ കൊണ്ടുപോകലെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ കേൾക്കുന്നില്ല, പോലീസുകാർ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ചേച്ചി എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ എടാ ഇതൊക്കെ ഒരു നാടകമായിരുന്നു, സച്ചിയേട്ടൻ പറഞ്ഞിട്ട് നിന്നെ കോളേജിലേക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കളിച്ച നാടകമാണല്ലോ, സച്ചിയേട്ടൻ മദ്യപിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരത്തിന് വിഷമാവാണ്. ശരത്ത് പറയുന്നുണ്ട്, അയ്യോ എന്നാൽ വേഗം വായോ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് പോലീസുകാർ അപ്പോഴേക്കും ആ SIയും അറസ്റ്റ് ചെയ്ത SI വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് നാളെ രാവിലെ ഇനി വരുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെയുള്ള മറ്റു പോലീസുകാരോടൊക്കെ കാല് പിടിച്ചിങ്ങനെ പറയുന്നൊക്കെയുണ്ട്, ഒന്ന് വിട്ടതായോ, അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആരും കേൾക്കുന്നില്ല. അതേ സമയത്താണെങ്കിൽ നമ്മുടെ രേവതി ശ്രുതിനെ വിളിച്ച് പറയുകയാണ്, നിനക്ക് പറ്റിയൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇറക്കിത്തായോ, സത്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പറയുമ്പോൾ ശ്രുതി എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രുതി അല്ല കേട്ടോ, നമ്മുടെ ഇവളാണ്, അതായത് വർഷയെന്നാണ് വിളിച്ച് പറയുന്നത്. അപ്പോൾ വർഷയാണെങ്കിൽ വർഷയുടെ അച്ഛനെ വിളിച്ച് അറിയിക്കുകയാണ്. അപ്പോൾ വർഷയുടെ അച്ഛനാണ്
ആണെങ്കിൽ സച്ചി ജയിലിൽ കിടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരു ഇടപെടലും നടത്തുന്നില്ല, അവൻ അവിടെ കിടക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ അതിനുശേഷമാണെങ്കിലും അന്നത്തെ രാത്രി അവർക്ക് അവിടെ ആ സെല്ലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല നമ്മുടെ സച്ചിയെ. അപ്പോൾ വീട്ടിലേക്ക് തിരികെ പോവുകയാണ്. വീട്ടിലെത്തുന്ന ചന്ദ്രയ്ക്ക് ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണ്. ഇത്ര നേരം എവിടെ ഇരുന്നിട്ട് ഈ രാത്രി വരും, അവൻ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവൾ ഉള്ള സത്യങ്ങളൊക്കെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ദേഷ്യം വരികയാണ്. അപ്പോൾ കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ ശ്രുതി തുടങ്ങി, അവൻ വല്ലവരെയും തല്ലിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് അടിപിടി ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും പോലീസ് സ്റ്റേഷനിലായത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിലും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഈ പറഞ്ഞ രവീന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ല, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ. സച്ചിയുടെ ജീവൻ കളഞ്ഞിട്ടും മറ്റുള്ളവരെ സഹായിക്കുന്ന കൂട്ടത്തിലാണ്, ഇങ്ങനെയൊരു കാര്യം ചെയ്യേണ്ടായിരുന്നു, അത് വളരെ മോശമായി പോയി. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ അവനെ വേറെ ആരെങ്കിലും കണ്ട് ഞാൻ അവനെ ആ എക്സാം എഴുതാൻ സഹായിക്കില്ലായിരുന്നു, ഇതിപ്പോൾ വല്ലാത്തൊരു ഇതായല്ലോ എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അതിരാവിലെ തന്നെ നമ്മുടെ രേവതിയും ശരത്തും അതുപോലെ ദേവും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. പോലീസിനോട് SI അപ്പോഴേക്കും തിരികെ വരും. പോലീസിനോട് കാല് പിടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് വിട്ടുകൊടുക്കുകയാണ് നമ്മുടെ സച്ചിയെ. അങ്ങനെ സച്ചി തിരികെ വീട്ടിലോട്ട് സമാധാനത്തോടു കൂടി. അപ്പോൾ ശരത്ത് സച്ചിയുടെ കാലൊക്കെ പിടിക്കുന്നുണ്ട്, നന്ദി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവനിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഒരു സഹോദരനെ പോലെ ഭയങ്കര ഒരു സ്നേഹമാണ് പിന്നെ അവർ തമ്മിലുണ്ടാകുന്നത്. അതൊക്കെ കണ്ടിട്ട് നമ്മുടെ രേവതിക്കും ദേവുവിനൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്തായാലും തിരികെ സച്ചിയെയും കൊണ്ട് നമ്മുടെ രേവതി വീട്ടിലേക്ക് ചെല്ലുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഭാഗമാണ് എന്തായാലും നാളെ കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.